ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പട്ടുപാവാടയുടെ ബ്ലൗസാണ് കേട്ടോ. ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഒരു വയസ്സില്ല, പക്ഷേ ഒരു വയസ്സിൻ്റെ അളവിലാണ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ലൈനിങ്ങിലേക്ക് കട്ട് ചെയ്തിട്ട് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പീസ് ലൈനിങ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട്. ആ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ തുണി എടുക്കുമ്പോഴും ആ ഒരു 12 ഇഞ്ചിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 4 പീസാണ് നമുക്ക് മൊത്തം വരുന്നത്. ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഒരുപോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നെക്കും എല്ലാം ഒരുപോലെയാണ്. അതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് വേറെ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 പീസ് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ചെറിയ കുട്ടി ആയതുകൊണ്ട് ഞാനൊരു 1.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ ഒരേ നെക്ക് ലെങ്ത്തും വിഡ്ത്തുമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ടേപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് അവിടെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആം ഹോൾ എനിക്കിവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് ആ ബോക്സ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്യില്ലേ ഉടുപ്പിനൊക്കെ, അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ചെസ്റ്റ് എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ചൊക്കെ എടുക്കുക. ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 1.5 ഇഞ്ച് നമുക്കവിടെ തയ്യൽ തുമ്പോടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമ്മൾ 5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ചെറിയ കുട്ടി ആയതുകൊണ്ട് താഴെ മുകളിലൊക്കെ ഏകദേശം ഒരേ അളവായിരിക്കും. അതിന് ശേഷം അതൊന്ന് വരച്ചെടുക്കാം. ആ 2 പോയിൻറ്റും നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. ഞാനിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ആ റൗണ്ട് നെക്ക് നമ്മളവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് വരച്ച ആ ലൈനിൽ കൂടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടോപ്പാണിത്. പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ചെറിയ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ചേരുന്നത്. ഇനി നമ്മളൊരു 10 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 10 ഇഞ്ചാണ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ ആ 10 ഇഞ്ച് വരെ നമുക്ക് ലൂപ്പ് വെച്ചാൽ മതി. അതിൽ കൂടെയാണ് നമ്മൾ വള്ളി കെട്ടുന്നത്. ക്രോസായിട്ട് നമ്മൾ വള്ളി കെട്ടില്ലേ, അതിന് അങ്ങനെ കെട്ടാനായിട്ടാണ്. അപ്പോൾ ഒരു 1 ഇഞ്ച് വെച്ചിട്ട് നമുക്കിതുപോലെ മടക്കി നല്ല കട്ടിക്ക് താഴെ മടക്കി തയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സ്ട്രാ 2 ഇഞ്ച് ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ പീസ് അതുപോലെ തന്നെ ഇരിക്കട്ടെ. ബാക്കിലെ പീസിന് നമുക്ക് കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മാർക്ക് ചെയ്തേക്കണ ആ ഒരു പീസ് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ലൈൻ നമ്മൾ ആ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ താഴേക്ക്, ആ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് കറക്റ്റ് താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നമുക്ക് അത്രയും ഭാഗം അവിടെ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ്. ആ ഷോൾഡറിലേക്ക് കയറി പോകരുത്. ഷോൾഡറിലേക്ക് കയറിപ്പോയാൽ ഒരുപാട് വൈഡായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറക്റ്റ് നമ്മൾ ആ താഴേക്ക് വരച്ച 2 ഇഞ്ച് താഴേക്ക് വരച്ച ലൈനില്ല, അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്ക് പീസും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ച് മറച്ചിടുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ടോപ്പ് തയ്ച്ച് വരുമ്പോൾ ഇതുപോലെ വരും. ഇനി ഇങ്ങനെ ക്രോസായിട്ട് നമുക്ക് ഡോരിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡിയാവും. അപ്പോൾ ഞാൻ മെയിൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കും ആം ഹോളും തയ്ച്ചെടുക്കാം. ഷോൾഡർ തയ്ക്കണ്ട, നെക്കും ആം ഹോളും മാത്രം തയ്ച്ചെടുത്താൽ മതി. താഴെ ഭാഗത്തേക്കും തയ്ക്കണ്ട. ആദ്യം ഞാൻ ആം ഹോളൊന്ന് തയ്ച്ചെടുക്കുകയാണ്. ഷോൾഡർ തയ്ക്കുന്നില്ല.
എന്നിട്ട് നെക്കും ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. 2 ആം ഹോളും ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് നമുക്ക് ലൈനിങ് വെച്ചിട്ട് അടിച്ച് മറിച്ചിടുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. എന്നാലാണ് നന്നായിട്ട് തിരിഞ്ഞ് വരുള്ളൂ. നമ്മളിതിപ്പോൾ തിരിച്ചിടുന്നില്ല. ഇതാണ് നല്ല വശം വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ മടക്കി കാണിച്ചില്ല. അതാണ് നല്ല വശം വരുന്നത്. നല്ല വശം ഉള്ളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണ്ട, നമുക്കത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പം ബാക്ക് പീസ് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് 2 സൈഡും ഒരേപോലെ വരത്തക്കവണ്ണം വയ്ക്കുക. തിരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചില തുണിക്ക് നല്ല വശവും ചീത്ത വശവും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിലേക്ക്, അതായത് നെക്കിൻ്റെ സൈഡിലേക്ക് ചിലപ്പോൾ ആം ഹോൾ തിരിഞ്ഞു വരും. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആം ഹോൾ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എക്സ്ട്രാ ഉള്ള ആ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാനിവിടെ ഈ ഒരു പീസ് തിരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ച് എങ്ങനെയാണോ വെച്ചേക്കണേ അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ബാക്ക് പീസ് ഞാനിങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല വശം വെളിയിലേക്ക് വരത്തക്ക വണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലൈനിങ് താഴെയും മെയിൻ പീസ് മുകളിലുമാണ് വന്നിരിക്കുന്നത്. മെയിൻ പീസിൻ്റെ നല്ല വശമാണ് മുകളിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഒരു ടോപ്പ് ഇട്ടാലിരിക്കുന്നത് അതുപോലെയാണ് ഇപ്പം ഇരിക്കുന്നത്. അതിന് ശേഷം ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ നമ്മളൊന്ന് ഒരുമിച്ച് ചേർത്തൊന്ന് അടിച്ചെടുക്കുകയാണ്. ആ ഒരു 3 സൈഡും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഷോൾഡർ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പറയുള്ള സൈഡും കൂടെ നമ്മൾ അടിച്ചെടുക്കുക. നമ്മൾ റൈറ്റ് സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൻ്റെ ആം ഹോള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറച്ചിട്ടിട്ട് 2 പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ 2 പീസ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇത്രയാണ് ലെങ്ത്ത് വരുന്നത്. ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഈ വയറ് കാണുന്ന രീതിയിലുണ്ടല്ലോ, അങ്ങനത്തെ ടോപ്പാണ് കേട്ടോ. അതാണ് ഭംഗി അതിൻ്റെ കാണാനായിട്ട്. അപ്പോൾ ചെറിയൊരു ടോപ്പാണ്. സാധാരണ നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ ഇടുന്ന പോലത്തെ ടോപ്പില്ലേ, അതല്ല. പട്ടുപാവാടയുടെ ബ്ലൗസില്ലേ, അതുപോലത്തെ അല്ല കേട്ടോ. കുറച്ചൊരു കയറി നിൽക്കുന്ന ടൈപ്പാണ്. അതാണ് ആ ഒരു ടോപ്പിൻ്റെ ഭംഗി വരുന്നത്. നമുക്കിനി ഏറ്റവും മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ 2.5 ഇഞ്ചിൽ ഒരു ഹുക്ക് വയ്ക്കുക. അതിൻ്റെ താഴേക്ക് ഒരു 1.5 ഇഞ്ച് ഇടവിട്ട് 2, 3, 4 ഒക്കെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നനുസരിച്ച് ഹുക്കുകൾ വെക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ഇഞ്ച് ഇടവിട്ടാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. 2 പീസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഡോരി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയാലും മതി. ഗോൾഡൻ കളറിലെ ത്രെഡ് എന്ന് പറഞ്ഞാൽ അവർ തരും. അപ്പോൾ അത് ഒരു 1.5 ഇഞ്ച് ലെങ്ത്തിൽ മുറിച്ചെടുക്കുക. ഒരു സൈഡിലേക്ക് 5 എണ്ണവും അപ്പുറത്തെ സൈഡിലേക്ക് 5 എണ്ണം ആകുമ്പോൾ മൊത്തം 10 എണ്ണം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ തുണിയിൽ നിന്ന് തന്നെ ഒരു ഡോരി ഉണ്ടാക്കി എടുത്തേക്കുവാണ് കേട്ടോ. അതൊന്ന് 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലുള്ളൊരു ഡോരി കടന്നു പോകാൻ ഉള്ള ഹോള് ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അത് മടക്കി വയ്ക്കുമ്പോൾ ഒരു ഡോരി അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് അതിനുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കണതിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അടിച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് നമുക്ക് ഈ ഒരു ലൂപ്പ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് വരെ താഴേക്ക് വിട്ടതിന് ശേഷം മാത്രം ഈ ഒരു ലൂപ്പ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡിലും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കവർ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചാണ്. ആദ്യം ഞാനതൊന്ന് നീളത്തിൽ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു നമ്മൾ ലൂപ്പ് വെച്ച് കൊടുത്തില്ല, അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പതിച്ചടിക്കുക. തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്ക് വയ്യൊക്കെ വെക്കില്ലേ, അതുപോലെ തന്നെ
ആ ഹുക്ക് വെക്കുന്ന ഭാഗമില്ലേ, എങ്ങനെയാണോ അത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ പീസിലും ചെയ്യുക. 2 പീസുണ്ടല്ലോ, നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്തത്, റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അപ്പോൾ ഫ്രണ്ടിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ വന്ന് നിൽക്കും. അതിൽ കൂടെ വെളിയിലേക്ക് എടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. ഇപ്പം ഇത് നിങ്ങൾ വെക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശവും ആദ്യത്തെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരുപോലെ താഴെയും മുകളിലുമായിട്ട് വരത്തക്ക രീതിയിൽ വയ്ക്കുക. തിരിഞ്ഞ് പോവാതെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് വെക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ വെക്കുമ്പോൾ ആ ലൂപ്പ് വരുന്ന ഭാഗം കണ്ടോ, സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ വരുന്ന ഭാഗം ഫ്രണ്ടിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തും വരണം. അപ്പം അങ്ങനെ നോക്കിയതിന് ശേഷം വയ്ക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് വലിച്ചെടുത്തേച്ചാൽ മതി. ഫ്രണ്ട് ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കിൻ്റെ ഷോൾഡർ ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് കറക്റ്റ് ഒപ്പം വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡർ ജോയിൻറ്റ് വരുന്ന ഭാഗം കാണത്തില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊന്ന് പതിച്ചടിച്ചെടുക്കാം. അതായത് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, നമ്മൾ ലൈനിങ്ങിൽ ആദ്യം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് ലെങ്ത് ഞാൻ ആ ഒരു മെയിൻ പീസിൽ ഫ്രണ്ട് പീസിലൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഫ്രണ്ടിലത്തെ പീസിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തു 10 ഇഞ്ച്, 10 ഇഞ്ചോ അല്ലെങ്കിൽ 9.5 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഏകദേശം ഒരു 9.5-10 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇത്രയും വീതി നമുക്ക് താഴെയുണ്ട്, 12 ഇഞ്ചല്ലേ നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ ഇത്രയും വീതിയിൽ 2 പ്രാവശ്യമായിട്ട് മടക്കി കട്ടിക്ക് അടിച്ചെടുക്കുക. സാധാരണ നമ്മൾ അടിക്കുന്നത് എങ്ങനെയാണ്, സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് മടക്കി അടിക്കുകയല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ണം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് അഴിച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നമ്മുടെ കറക്റ്റ് വണ്ണത്തിനനുസരിച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പറയുള്ള സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കുക. 2 സൈഡും നമുക്ക് എത്രയാണോ അളവ് എന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ ചോക്കും കൊണ്ട് വരച്ചേക്കണ ആ ലൈനില്ലേ അതിൽ തന്നെ അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡോരി ഇടണം. അപ്പോൾ ഡോരി ഇടുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണും കേട്ടോ, ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡോരി ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഗോൾഡൻ കളറുള്ള ത്രെഡ് വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങിയതിന് ശേഷം അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ഇതുപോലെ മുത്തോ അങ്ങനെ എന്തെങ്കിലും ഹാങ്ങിങ്സ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വേറെ ഫ്രണ്ടിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളറുള്ള സ്കേർട്ടിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. വളരെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.